ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞുതരാം ബിനോമിൽ ചെയ്യാനായിട്ട്. അതും 1 മിനിറ്റ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. നല്ലൊരു വിന്നിങ് സ്ട്രാറ്റജിയാണ്. 100% ഷുവർ ഷോട്ട് ഇതിൽ നിങ്ങൾക്ക് കിട്ടും. അത് വേറൊന്നുമല്ല, മൂവിങ് ആവറേജ് ആണ്. മൂവിങ് ആവറേജ് എടുത്തിട്ട് അതിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. പീരീഡ് 5 ആക്കുക. ഓക്കെ, പീരീഡ് 5 ആക്കിയതിന് ശേഷം നിങ്ങൾ ഇഷ്ടമുള്ള കളർ കൊടുക്കുക, അപ്ലൈ ചെയ്യുക. ഇതെങ്ങനെയാണ് വർക്ക് ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് മൂവിങ് ആവറേജ് നിങ്ങൾക്ക് ഈ ലൈൻ കണ്ടോ, ഈ മൂവിങ് ആവറേജിൻ്റെ ലൈന് ഈ റെഡിൽ കൂടെ കയറുവാണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാം അടുത്ത ക്യാൻഡിൽ ഫോം ആവുന്നത് റെഡ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രീൻ ക്യാൻഡിൽ കയറുവാണെങ്കിൽ ഗ്രീൻ ആയിരിക്കും ഫോം ആവുക. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ കയറിയിട്ടുണ്ട്, ഇതുപോലെ റെഡിൽ കയറി, ബാക്കി താപ്പോട്ടെല്ലാം റെഡ് ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. ഇവിടെ റെഡ് കയറി, നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ന് 2-3 ട്രേഡ് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടുന്ന് പോയി ട്രേഡ് എടുക്കരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ എല്ലായിടത്തും കയറി മൂവിങ് ആവറേജ് ലൈനിൽ കയറി നമ്മൾ ട്രേഡ് എടുക്കല്. അതിൻ്റേതായ സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ. ഓക്കെ, എല്ലായിടത്തും ഇത് ആണ്ടേ ഇവിടെ എല്ലാം കയറിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ചാടി കയറി ട്രേഡ് എടുക്കരുത്. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പ്രൈസ് ആക്ഷൻ കൂടി നോക്കണം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത് 100% വിജയിക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ബാക്കി പ്രൈസ് ആക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഇനിയും നല്ലൊരു സ്ട്രാറ്റജീസ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ ഒന്ന് ട്രേഡ് എടുത്ത് നോക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, നല്ലൊരു സിഗ്നൽ വരുന്നിടം വരെ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ആ മൂവിങ് ആവറേജിലോട്ട് കയറാൻ വേണ്ടി വന്നിരുന്നു, പക്ഷേ അത് വീണ്ടും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമുക്ക് കൺഫേം ഒരു സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാവൂ. ചാടി കയറി ഒരിക്കലും എൻട്രി എടുക്കാൻ ശ്രമിക്കരുത്. ആദ്യം നിങ്ങൾ ട്രെൻഡ് നോക്കണം, പ്രൈസ് ആക്ഷൻ നോക്കണം. ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സിഗ്നൽ കൺഫേം കിട്ടിയതിന് ശേഷം ട്രേഡ് എടുക്കുക. അതല്ല ഞാൻ വീഡിയോ ഈ ചാനലിൽ കൂടെ പറയുന്നതായിരിക്കും. പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ളത്. ഈ ഓപ്ഷൻ ട്രേഡിങ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് മാറാവുന്നതാണ്. ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ സിഗ്നൽ, ഈ മൂവിങ് ആവറേജിന് സിഗ്നൽ കിട്ടുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ ഗ്രീൻ ക്യാൻഡിൽ മൂവിങ് ആവറേജ് കൂടെ കയറിയിട്ടുണ്ട്. ക്ലോസ് ആവുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് അപ് ട്രെൻഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെ അപ് ട്രെൻഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂവിങ് ആവറേജിൻ്റെ കറക്റ്റ് സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രവുമാണ്, അതുകൂടാതെ ആ ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഒരിക്കലും ഒരു ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ക്ലോസ് ആവാതെ നിങ്ങൾ ട്രേഡ് എടുക്കരുത്. ആ ക്യാൻഡിൽ ഫുള്ള് ക്ലോസ് ആയി നെക്സ്റ്റ് ക്യാൻഡിൽ വരുന്നതിന് വെയിറ്റ് ചെയ്യുക. നമ്മൾ സ്വയമേ പ്രഡിക്റ്റ് ചെയ്യില്ല ആ ക്യാൻഡിൽ ഫുള്ളായിട്ട് ഗ്രീനിൽ തന്നെ നിൽക്കുമെന്നത്. ചിലപ്പോൾ അത് പെട്ടെന്ന് റിവേഴ്സ് അടിക്കാൻ പറ്റും. അതുകൊണ്ട് ആ ക്യാൻഡിൽ മാക്സിമം ക്ലോസ് ആകുമെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി 100% വിന്നിങ് ആയിട്ടുണ്ട്. മൂവിങ് ആവറേജ് കറക്റ്റ് നല്ല ഷുവർ ഷോട്ട് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്കും പരീക്ഷിക്കാം. ഈ ചാനലിൽ ഞാൻ ഇതിലും നല്ല സ്ട്രാറ്റജീസും പ്രൈസ് ആക്ഷൻ വീഡിയോസും എല്ലാം ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.